എൻ്റെ പേര് സുന്ദരൻ എന്നാണ്. ഞാനിവിടെ ഒരു MLA കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചിട്ടുണ്ട് മുൻപ്. എനിക്ക് CPM-ൻ്റെ പ്രതിനിധിയോടാണ് സംസാരിക്കാനുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ലോകസഭയിൽ അറസ്റ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങളെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവിടുത്തെ കാര്യം സംസാരിക്കാനുള്ളത്, കാരണം നമുക്കറിയാൻ സാധിക്കും, ഈ അടുത്ത കാലത്ത് ITIയിൽ ഒരു പ്രശ്നം നടന്നു. അവിടെ DYFIയുടെ നേതാവ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അദ്ദേഹം പോലീസിൻ്റെ ജീപ്പ് ആക്രമിച്ചുകൊണ്ട് ശരിക്കും തല്ലി തകർക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തെ ഇവിടുത്തെ ഏരിയയുടെ ആളുകൾ വന്നുകൊണ്ട്, നേതാക്കൾ വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി അടക്കം വന്നുകൊണ്ട് മോചിപ്പിച്ച് ബലമായിട്ട് പിടിച്ചിറക്കി കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ജാമ്യമില്ലാ വകുപ്പ് കേസ് ചാർജ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ഇതുവരെ ഈ ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാനോ ഇതിനോ സാധിച്ചിട്ടില്ല. ഇതാണൂടെ പോലീസിന് ഇവിടെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി കൂടുതലുള്ളൂ. അതിനെന്തെങ്കിലും പറയാനുണ്ടോ? കേരളത്തിലെ ക്രമസമാധാന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് BJPയുടെ നേതാവ് ഉയർത്തിയ ചോദ്യം വളരെ രസകരമാണ്. ഞാൻ എന്തായാലും അതിൽ വലിയ മറുപടി ഒന്നും അറിയിക്കുന്ന ചോദ്യമല്ല, എങ്കിലും പറയാം. അത് നിയമപരമായ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറ്റം ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. ജാമ്യം കൊടുക്കുന്നത് കോടതിയാണ്. കോടതിയിൽ ബന്ധപ്പെട്ടവർ ജാമ്യം എടുത്ത് ആ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഓക്കെ